I'm Bhavanites. You're listening to Bhavan's Radio 19.90. Echoing your voice. Today is a proud and memorable day for our school as we celebrate the Investiture Ceremony in 2026. We are truly honored to have with us Mr. Jimmy Joseph, Deputy Excise Commissioner, Kozhikode. Sir, thank you so much for joining us today. It's truly a pleasure. So without any delay, let's start our interview. Okay, sir. ഞങ്ങളുടെ പ്രായത്തിൽ താങ്കൾ സ്വപ്നം കണ്ടിരുന്നത് എന്തായിരുന്നു? So what was your dream back then, sir? Did you ever think you'd be a Deputy Excise Commissioner? നിങ്ങളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഞാൻ ആ പ്രായത്തിലൊന്നും ഇങ്ങനെ ഒരു യൂണിഫോം കോഴ്സിലേക്ക് വരുമെന്ന് ഒരു കാരണവശാലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. So what did you want? എന്റെ ആഗ്രഹം ഒരു അഡ്വക്കേറ്റ് ആണെന്നായിരുന്നു. പക്ഷെ എന്റെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ. Man proposes, God disposes. Life has other plans for you. ശേഷം ഞാനൊരു അധ്യാപകനായി അധ്യാപക ഫീൽഡിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു അധ്യാപക ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു. So behind every success, there is a story. So could you share that one story that actually made your life better? എന്റെ സക്സസിന്റെ പുറകിൽ എന്റെ പാരന്റ്സ് തന്നെയാണ്. ഞാൻ ഒരു മോഡറേറ്റ് ഫാമിലിയിൽ നിന്നുള്ള ആളാണ്. ബേസിക്കലി ഞങ്ങള് അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്നുള്ള ആളാണ്. അപ്പോ അവര് നന്നായിട്ട് എന്താ പറയാ കാർഷികപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ചിരുന്നത്. ആ കാലത്ത് പോലും ഞാൻ വയനാട് ജില്ലക്കാരനാണ്. ആ കാലത്ത് പോലും ഞങ്ങൾ വയനാട് ജില്ലയിൽ ആകെ 2 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലത്തിലാണ് ആ സ്കൂളുള്ളത്. അപ്പൊ എന്റെ പാരന്റ്സ് എന്നെ അവിടെ വിട്ടാണ് ഞാൻ LKG മുതൽ ഞാൻ പറയുന്നത് നോട്ട് അബൌട്ട് 90s ആൻഡ് 2000 ഐ എം സേയിങ് അബൌട്ട് 1980s എന്റെ പാരന്റ്സ് ആ കിട്ടുന്ന ആ ഏണിംഗ് കൊണ്ട് എന്നെ അന്ന് അവിടെ വിട്ടാണ് പഠിപ്പിച്ചത്. So I should be committed to them. Yes, sir. At any cost. You could say that they are an inspiration also. Inspiration alla, they are everything. Everything. That's inspiration for me, sir. Yes, sir. So today's students have social media, AI, and many distractions. Sir, if you enter a what would you do to like stay focused to your study or like what you're focusing? നമ്മൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അല്ല എന്ത് സ്റ്റാറ്റസ് ആണെങ്കിലും എന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ടേക്ക് എവറിത്തിങ്. അതിന് നല്ലത് നമ്മൾ എടുക്കുക, മോശമായത് നമ്മൾ കളയുക. പാടല്ല, വി ഷുഡ് ഡു ഇറ്റ്. വി ഷുഡ് ഡു ഇറ്റ്. കാരണം നമ്മളൊരു കോമ്പറ്റീഷൻ ആയിട്ടുള്ള നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കത് പറയാൻ കഴിയും. കാരണം ഞാൻ 2 ജനറേഷൻ, എന്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ കണ്ട ഒരു ജനറേഷനാണ്. ഇത്രയും ട്രാൻസ്ഫോർമേഷൻ കണ്ട ഒരു ജനറേഷൻ വേറെ ഇല്ല. ഞങ്ങൾ നടന്ന് സ്കൂളിൽ പോയി പഠിച്ചവരാണ്. ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങളുടെ പാരന്റ്സ് അന്വേഷിക്കാതിരുന്ന കാലഘട്ടമാണ്. ബട്ട് നൗ ദിസ് പാരന്റ്സ് ദേ ആർ ക്യാരിങ് ദ സ്റ്റുഡൻസ് എവരിതിങ് സ്പൂൺ ഫീഡ്. അന്നത്തെ കാലത്ത് അങ്ങനെയല്ല, സെൽഫ് ഫീഡ്. ആ ട്രാൻസ്ഫോർമേഷൻ കണ്ട ആൾക്കാരാണ് ഞാൻ എന്റെ ജനറേഷൻ. എന്റെ മാഡത്തിന്റെ ജനറേഷൻ അങ്ങനെയാണ്. ഷോർട്ട് കട്ട് ഒന്നിനുമില്ല, ഒന്നിനും ഷോർട്ട് കട്ട് ഇല്ല. എല്ലാത്തിനും പണിയെടുക്കണം. ലൈക്ക് യു ഹാവ് ടു ബി സ്റ്റേ ഫോക്കസ്ഡ്. അന്നത്തെ കാലത്ത് ഷോർട്ട് കട്ട് ഇല്ല, പിന്നെ ഇന്നത്തെ കാലത്ത്. അപ്പം today's investiture ceremony was beautifully conducted. So, like, do you have any advice for our newly elected leaders? അവരെ എലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. Yes. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് they should perform for them, for the students who elected them. Right. Yes. Not for them. നമ്മളിപ്പോ ഒരു ജനപ്രതിനിധി ആയിട്ടാണ് വി ആർ ബിക്കമിങ് എലക്ടഡ് മെമ്പേഴ്സ്. പിന്നെ നമുക്ക് നമ്മുടെ ഇല്ല, എല്ലാം പബ്ലിക്കാണ്. എന്റെ എന്ന് പറയുന്ന ഒന്നുമില്ല. ഞാനിപ്പോ ഇവിടെ ഹെഡ് സ്കൂൾ ബോയ് ആണെങ്കിൽ പിന്നെ ഞാൻ ഹെഡ് സ്കൂൾ ബോയ് എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ ഹെഡ് ബോയ് ആണ്. അപ്പൊ ആ സ്കൂളിൽ എത്ര ആളുണ്ടോ അവരുടെ എല്ലാം റെപ്രസെന്റേറ്റീവ് ആണ്. യു ഷുഡ് ടേക്ക് ചാർജ് ഓഫ് ഓൾ ഓഫ് ദം. അതാണ് എന്റെ കൺസെപ്റ്റ്. അതിപ്പോ അതാണ് എനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ. Thank you, sir. I hope they're listening to this because this is some solid advice. Yes, sir. Yeah. Sir, എല്ലാവരും വിചാരം that government job is very serious or very boring. So, നിങ്ങളുടെ സർവീസിൽ like there should be one unforgettable moment in your career that like really like inspired you. That was an experience for you in your career. ഫസ്റ്റ് ആ ക്വസ്റ്റ്യന് മറുപടി തരാം. ബോറിംഗ് എന്നെ സംബന്ധിച്ച് എനിക്ക് 24 hours തികയില്ല. 24 hours തികയില്ല. അപ്പൊ അതൊരിക്കലും ഞാൻ ബോറിംഗ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ഐ റിയലി എൻജോയ് ഇറ്റ്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ മുതൽ എനിക്ക്
എന്റെ ഫാമിലി എന്നോട് പറയാറുണ്ട്, നിങ്ങൾ കുറച്ചു നേരം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുക, നമുക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. അതാണ് പാഷൻ. പാഷൻ എന്നല്ല, നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയിപ്പോയി, കമ്മിറ്റഡ് ആണ്. സോഷ്യൽ ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ ഹീസ് എ സോഷ്യൽ ബീങ്. It's a very big commitment. ബിഗല്ല, ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ, കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അല്ല, കമ്മിറ്റഡ് ആണെങ്കിൽ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബോറിംഗ് എന്നേ വരെ തോന്നുന്നു. ലൈഫ് സ്റ്റൈൽ ആണല്ലോ, റുട്ടീനാണ്. ലൈഫ് സ്റ്റൈൽ അല്ല, റുട്ടീനാണ്. രാവിലെ നമുക്കൊരു പ്രോസസ് ഉണ്ട്, അത് തന്നെ. So let's end this right now. Our interview was very amazing with you. So sir, thank you so much for sharing your inspiring journey, valuable experience and words of wisdom. We are sure that your words will inspire every student listening to us today. On behalf of Bharatiya Vidya Bhavan Shevayur and Bhavans Radio, we sincerely thank you for your valuable time. Okay. Thank you sir. We wish you Thank you very much. Thank you, sir. Thank I you. was privileged to participate in such a program. Okay, thank you. Thank you sir. Thank you so much. So we wish you a good health and continued success. This is your RJ Ishan And RJ Reza signing off.